ഈ വചനം കേൾക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആസ്വദിച്ചിട്ടില്ല. ജീവിതം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു വലിയ ഒരു ഗിഫ്റ്റാണ്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ടു ബി എൻജോയ്ഡ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എൻജോയ്മെൻ്റ് അല്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ വലിയ എൻജോയ്മെൻ്റ് ഉണ്ട്. സങ്കീർത്തനം 16:11 പറയുന്നു, ദർ ആർ പ്ലഷേഴ്സ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ വലിയ സന്തോഷങ്ങളുണ്ട്. അതനുഭവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് വരണം. ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കണം. യേശു വന്നത് നമ്മളിൽ നിന്നും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനല്ല. അവൻ്റെ വചനം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് മനുഷ്യനെ നശിപ്പിക്കാനല്ല, മനുഷ്യനെ രക്ഷിക്കാനാണ്. അവൻ വന്നിരിക്കുന്നത് നമ്മളെ മോഷ്ടിക്കുവാനല്ല, നമുക്ക് ജീവൻ നൽകുവാനാണ്. മോഷ്ടിക്കാൻ വന്നത് പിശാച. ദൈവപുത്രനായ യേശു വന്നത് നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും. അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ ആദ്യമായിട്ട് അവൻ വാ തുറന്ന് പ്രസംഗിച്ചത്, ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വചനങ്ങളാണ്, ജീവൻ്റെ വചസ്സുകളാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കുവാനല്ല, നിങ്ങൾക്ക് ജീവൻ നൽകുവാനാണ്, അതും സമൃദ്ധമായി നൽകുവാനാണ്. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് തെറ്റാണ്. വചനം അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത് ദൈനംദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കുക, സമ്പത്ത് കൂടി വരെ അതെങ്ങനെ ചിലവഴിക്കുമെന്ന് അറിയത്തില്ല, ഏറ്റവും സുഖലോലഭനയിൽ വസിക്കുക, മറ്റുള്ളവർ കഷ്ടപ്പെടുക, രോഗങ്ങൾ വരിക, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുക, ഇങ്ങനെ ദുഃഖത്തിൻ്റെ ഒരു ജീവിതം. അതൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി നമ്മൾ അനേകം സ്ഥലങ്ങളിലേക്ക് ഓടുന്നു, നേർച്ച കാഴ്ചകളുമായിട്ടും മറ്റു പല വിധത്തിലും. അവസാനം മരിക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മൾ മരിച്ചു പോകും. അതിനുശേഷം നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ പോകും, നമുക്ക് അറിഞ്ഞും കൂടാ. ഇവിടെ വെച്ച് നമുക്ക് ആ ഭയമാണ്, മരണത്തോട് ഭയം, മരിച്ചാൽ എങ്ങോട്ട് പോകും, സ്വർഗം പിന്നെയാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനം പറഞ്ഞതൊന്നുമല്ല. ദൈവരാജ്യം മരിച്ചു കഴിഞ്ഞ് കൈവശപ്പെടുത്താനുള്ളതല്ല. ദൈവരാജ്യം ഇവിടെയുണ്ട്. നീ ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ വെച്ച് യേശു ദൈവരാജ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദൈവരാജ്യത്തിൽ നീ ഇപ്പോൾ പ്രവേശിക്കണം, ഇപ്പോൾ നീ അത് കൈവശപ്പെടുത്തണം. അത് തന്നെയുമല്ല, ഇപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവനും ഇപ്പോൾ ദൈവരാജ്യം കൈവശപ്പെടുത്താത്തവനും പിന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്നാണ് യേശു തരുന്ന സന്ദേശം. മനുഷ്യർ തരുന്ന സന്ദേശം നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. ഇതുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ കേൾക്കുമ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കുവാനോ ഇത് സ്വീകരിക്കുവാനോ ബുദ്ധിമുട്ടുന്നതും ഒരുപക്ഷേ ദേഷ്യം വരുന്നതും. എന്നാൽ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു, ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, ഇവിടെയുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടുക. അവൻ്റെ വരവിനെ ഒരുക്കുന്നതിന് മുമ്പ് യോഹന്നാൻ വന്ന് പറഞ്ഞു, ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ ചെരുപ്പിൻ്റെ ബാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവിൻ്റെ വരവിലൂടെ ദൈവരാജ്യം കടന്നു വരികയാണ്. കാരണം ദൈവം തന്നെയായ ആത്മാവാണ് മനുഷ്യനിലേക്ക് വരുന്നത്. സ്വർഗം ഭൂമിയുമായിട്ട് ഒന്നിക്കുന്ന അവസ്ഥയാണത്. നേരത്തെ സ്വർഗവും ഭൂമിയും ഒന്നിച്ചിരുന്നു. ആദ്യ മാതാപിതാക്കന്മാര് ആദവും ഹവ്വായും ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ജീവിച്ചിരുന്ന കാലത്ത് അവർ യേശുവുമായിട്ട് ഐക്യപ്പെട്ടിരുന്നു. യേശു വചനമാണ്, ആ വചനമാണ് ജീവന്റെ വൃക്ഷം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞതാ. ആ വചനത്തിൽ ജീവിച്ചപ്പോൾ അവർ സ്വർഗവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരാണ്. അവിടെ നിന്ന് പിശാചിന്റെ വചനം കേട്ട് ദൈവത്തിൽ
അവർ ബോധപൂർവം അവിശ്വസിച്ച് ദൈവവചനത്തെ തിരസ്കരിച്ച് പിശാച് പറഞ്ഞത് കേട്ടപ്പോൾ അവർ പിശാചിന്റെ അടിമയായി, ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഈ ദൈവരാജ്യവുമായിട്ട് നമ്മുടെ പിന്നാലെ വരികയാ പ്രിയപ്പെട്ടവരെ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ ഈ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്നാ പറയുന്നത്. അതുപോലെ മനുഷ്യൻ ഉപേക്ഷിച്ച പോയ, മനുഷ്യൻ തിരസ്കരിക്കുന്ന അനേകർ ദൈവമില്ലെന്ന് പറയുന്നവരുടെ പിന്നാലെയും ഈ ലോകത്തിലെ ഏറ്റവും വിക്കടാണ്, ദുഷ്ടരാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഏറ്റവും ദുഷ്ടത നിറഞ്ഞ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. അവരുടെ പിന്നാലെ വരികയാണ് ദൈവരാജ്യവുമായിട്ട്. ദൈവത്തിന് കൊണ്ട് നമ്മുടെ മുമ്പിൽ ദൈവരാജ്യം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ കൊണ്ട് അത് സ്വീകരിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കത്തില്ല. കാരണം ദൈവം നമുക്കൊരു സ്വതന്ത്ര മനസ്സ് തന്നിട്ടുണ്ട്. ഈ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചാണ് മനുഷ്യൻ ആദ്യം ദൈവരാജ്യത്തെ ഉപേക്ഷിച്ചിട്ട്, ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പിശാചിന്റെ പിന്നാലെ പോയത്. ആ പിശാചിന്റെ പിന്നാലെ പോയ മനുഷ്യരുടെ സന്തതികളാണ് നമ്മളെല്ലാവരും. അവരുടെ പിന്നാലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതാ ദൈവരാജ്യം കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും പിശാചിന്റെ വചനം കേട്ടു പോയവര്, അവരുടെ സന്തതികളായ നമ്മള് ബോധപൂർവം പിശാച് പറഞ്ഞു കേട്ടതും പിശാച് പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ ജീവിതത്തിൽ പരിശീലിച്ചിട്ടുള്ളതുമായ എല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും ജീവന്റെ വിഷമായ ദൈവവചനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് ഒരു കാലത്ത് അവൻ ദൈവരാജ്യത്തിലല്ലായിരുന്നു, അവൻ വലിയ മതത്തിലായിരുന്നു, യഹൂദ മതത്തിലെ അംഗം. അവൻ ദൈവരാജ്യത്തിലെ പൗരന്മാരായ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ. അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ ദൈവരാജ്യത്തിലെ പൗരനായപ്പോൾ അവൻ എഴുതിയ വചനമാണ്, അവനിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയ വചനമാണ് ഫിലിപ്പിയ 3:20. നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. യു ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. ഇവിടെ വെച്ച് പറയുകയാണ്, യു ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ? നമ്മളെക്കുറിച്ച് നമ്മൾ പറയും വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ വചനം പറയാണ്, നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ഇപ്പോൾ തന്നെ നീ സ്വർഗത്തിലാണ്. വീണ്ടും പറയുന്നു, നിങ്ങൾ യേശുവിൻ്റെ അംബാസഡറാണ്, യേശുവിൻ്റെ പ്രതിനിധികളാണ്. ഇവിടെ ഒരു രാജ്യമുണ്ട്, ഇവിടെ ഒരു രാജാവുണ്ട്, ഇവിടെ ആ സ്വർഗരാജ്യത്തിലെ നിയമങ്ങളുണ്ട്. എല്ലാ രാജ്യത്തിനും നിയമങ്ങളുള്ളതുപോലെ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളാണിത്. അപ്പം ഞാൻ ഈ സ്വർഗരാജ്യത്തിലാണ് എന്ന് എനിക്ക് ബോധ്യം വരുന്നത് എങ്ങനെയാ? ഞാൻ സ്വർഗരാജ്യത്തിലെ നിയമങ്ങൾ വേണം പാലിക്കാൻ. അതായത് പകുതി സ്വർഗരാജ്യത്തിലെ നിയമങ്ങളും പകുതിയൊക്കെ സൗകര്യം പോലെ കണ്ടില്ല കേട്ടില്ല മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി അവൻ വചനത്തിന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിനോട് സഹകരിച്ച് പോയാൽ നീ സ്വർഗരാജ്യത്തിലാകത്തില്ല. സ്വർഗരാജ്യത്തിലാണോ? സ്വർഗരാജ്യത്തെ നിയമങ്ങളായ വചനത്തിൽ ജീവിക്കണം. ആ സ്വർഗരാജ്യം ആത്മീയമാണ്. ദൈവവും ദൈവത്തിൻ്റെ രാജ്യവും ആത്മീയമാണ്. യേശുവിനോട് പീലാത്തോസ് ചോദിച്ചു, ഹെരോദോസ് ചോദിച്ചു, നീ രാജാവാണോ? യേശു പറഞ്ഞു, അതെ, നീ പറഞ്ഞല്ലോ അത്, ഞാൻ രാജാവാ. പക്ഷേ എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ അല്ലെന്ന് മാത്രം. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. നീ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഭൂമിയിലെ രാജ്യങ്ങൾ കീഴടക്കുന്നതല്ല, അതിനല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ രാജ്യം ഐതിഹ്യമല്ല, എൻ്റെ രാജ്യം ആത്മീയമാണ്. വൈ? എന്തുകൊണ്ട്? ദൈവം ആത്മാവാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യരാത്മാക്കളാണ്.